السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. മുഹറം ഒന്നാണ്. മാസം ദൃഷ്ടിയിൽ പെടുകയോ അല്ലെങ്കിൽ 30 പൂർത്തിയായി ഒന്ന് ഉറപ്പാകുന്ന ആ സമയത്തോ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്ദിൻ വ ഖൈർ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. മാസം ഇങ്ങനെ കാണുന്ന സമയത്താണ് ചൊല്ലേണ്ടത്. അല്ലെങ്കിൽ ആ അസ്തമിച്ചോ എന്ന ഉറപ്പാണോ അസ്തമിച്ച ആ സമയത്ത്. പിന്നെ എന്നും നാളെ ഒന്നല്ല, നാളെ പിന്നെ മാസം കണ്ടാലാണ്. എന്നാൽ ആ ഉറൂബിന്റെ സമയത്ത് മാസം കണ്ടിട്ടില്ലെങ്കിലും ചൊല്ലാം. ഇതാണ് ഈ മാസം കാണുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യം. മറ്റുള്ളതൊക്കെ പിന്നെ കുറെ നാട്ടുകാരുണ്ടാക്കണാണ്. ഹലാക്കിലെ മാസം വെള്ളത്തിൽ കൂടി, പിന്നെ വെള്ളത്തിലൂടെ മാസം കണ്ടിട്ട് കാലിന്റെ അടുത്ത് പോയിട്ട് സാക്ഷിക്കാൻ പറ്റൂല. കണ്ണാടി കൂടി കണ്ടാലും സാക്ഷിക്കാൻ പറ്റൂല. ഓരോന്നിനോരോ മസാല ഉണ്ടല്ലോ, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടുകാരുണ്ടാക്കണമൊക്കെ കൂടി ചെയ്യാൻ മൂല്യരുമാണോ? അതുകൊണ്ടല്ലോ വെള്ളത്തിന്റെ അടിയിൽ കൂടി മാസം കണ്ടാല് സാക്ഷിക്കാൻ പറ്റൂല. കണ്ണാടി കൂടി കണ്ടാലും സാക്ഷിക്കാൻ പറ്റൂല. അപ്പൊ കുറെ ആൾക്കാരെ ഞാൻ കണ്ടില്ലേന്ന് വെച്ചാൽ എന്താ കാട്ടണത്? അങ്ങനെയല്ലല്ലോ അതിന്റെ കണക്ക്. അതുകൊണ്ട് ചില കിതാബിലുണ്ട് മാസം നേരെ വൃത്തിയായിട്ട് നേരെ ചൊവ്വ കാണുകയാണ് നല്ലത് എന്ന് ചില കിതാബിലുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരാൾ വെള്ളത്തിലൂടെ കണ്ടെന്ന് ചോദിച്ചിട്ട് അതൊരു അപകടമുള്ള കാര്യമൊന്നുമല്ല. അല്ലാഹുമ്മ അഹില്ലഹു, പടച്ചോനെ ഈ മാസത്തെ ഞങ്ങൾക്കിനി ബിൽ അംനി വൽ ഈമാൻ, അംനി ഈമാനോട് ആക്കി തരണം എന്നാണ്. ഒരു നിർഭയത്വം, ഹൃദയത്തിലൊരു ബേജാറില്ലായ്മ, അദാബിൽ നിന്നുള്ളൊരു നിർഭയത്വത്തിന് മാസമാക്കണം. വല്ലീമാൻ, വിശ്വാസത്തിന് ചാഞ്ചല്യമില്ലാതെ അത് നിലനിർത്താനും വളർത്താനും പറ്റുന്ന വെളിച്ചമാക്കണം ഈ മാസത്തെ. ഈ മാസം പോലെ ഹൃദയത്തിലും വെളിച്ചുണ്ടാക്കി തരണം. വസ്സലാമ, ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പരാജയങ്ങളും പ്രതിസന്ധികളും തകർച്ചയും ഇല്ലാത്ത ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് മാസത്തോട് പറയണം റബ്ബി വ റബ്ബുക്കല്ലാഹ്, നിന്റെ റബ്ബും എന്റെ റബ്ബൊക്കെ അല്ല തന്നെയാണ്. എനിക്കൊരു വേറെ റബ്ബോ എനിക്കൊരു വേറെ റബ്ബോ അങ്ങനെയൊന്നല്ല, എല്ലാം അല്ലയാണ്. എന്നെ ചലിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും എന്നെ വളർത്തുന്നതും നിലനിർത്തുന്നതും മരിപ്പിക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. ഹിലാലു റുസ്ദിൻ വ ഖൈർ, ഇത് നന്മക്കും സന്മാർഗത്തിനും ഉതകുന്ന ഒരു മാസമാണ്. ഒരു മാസമാവട്ടെ എന്ന അർത്ഥത്തിൽ ഒരു ദിക്ർ ചൊല്ലുകയാണ് വേണ്ടത്. തിങ്കളാഴ്ചയാണ് ഈ വർഷം മുഹറം 1. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ യാത്രക്കും കച്ചവടത്തിനൊക്കെ വലിയ ഖൈറുള്ള ഒരു ദിവസമാണ്. മഹാനരായ ഈസ അലൈഹിസ്സലാം തിങ്കളാഴ്ച കച്ചവടം നടത്തിയിട്ട് വമ്പൻ ലാഭം കൊയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ കച്ചവടക്കാര് കച്ചവടം നടക്കുമ്പോൾ തിങ്കളാഴ്ച ആക്കുന്നത് നല്ലതാണ്. യാത്രക്കും തിങ്കളാഴ്ച പല സമയത്തും അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. തിങ്കളാഴ്ച തന്നെയാണ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത്. തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം തൂരി സീനാ മലയിലേക്ക് അള്ളാഹുമായി സംഭാഷണം നടത്താൻ വേണ്ടി പോയത്. തിങ്കളാഴ്ചയാണ്. അള്ളാഹു ഏകനാണ് എന്നതിന്റെ കൃത്യമായ തെളിവ് അള്ളാഹു ആദ്യമായി അവതരിപ്പിച്ചതും തിങ്കളാഴ്ചയാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അവിടുത്തെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി അവിടത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതും തിങ്കളാഴ്ചയാണ്. അവിടത്തേക്ക് നുബുവത്ത് കിട്ടിയതും തിങ്കളാഴ്ചയാണ്. അവിടുന്ന് ലോകത്തോട് വിടവാങ്ങിയതും തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച തന്നെയാണ് ഈ വർഷം മുഹറം 1 വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം നമുക്ക് അനുകൂലാക്കി തരട്ടെ. കഴിഞ്ഞ മുഹറം, ഈ മുഹറമിന്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഖബറുകളിലാണ്. നമ്മളും നാളെ ഖബറുകളിലാണ്. പള്ളിക്കാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ
അതൊരുപാട് മീസാനാണെന്ന് ആരും കരുതണ്ട. ഒരുപാട് മീസാങ്കല്ല അല്ലത്. നമ്മളെപ്പോലെ വന്നിരുന്നവര്, പ്രസംഗിച്ചിരുന്നവർ, ഇരുന്നവർ, കമ്മിറ്റിക്കാര് ഓലക്കണ കിടക്കണത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളിക്കാട്ട് കണ്ട് കയറിയാൽ നമ്മൾ ശീലയിൽ പൊതിഞ്ഞിട്ട് മറയുന്നത് കുറെ ആഗ്രഹങ്ങളാണ്. ഈ മീസാന്റെ അടിയിൽ കിടക്കുന്ന കൂട്ടത്തിൽ പുതിയാപ്പിളാവാൻ ആഗ്രഹിച്ച ആളുകളുണ്ട്. അപ്പൊ പുതിയാപ്പിളയുടെ ആർത്തിയുടെ മേലെയാണ് കഫൻ തുണി കൊണ്ട് വരിഞ്ഞത്. ഗൾഫ് പോകാൻ ആഗ്രഹിച്ച ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഗൾഫ് പോകാനുള്ള ഒരു ആഗ്രഹത്തിനെയാണ് ശീലയെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് മറയുന്നത്. വീടിരിക്കാൻ ആഗ്രഹിച്ച ആളുകളുണ്ട്. അപ്പൊ വീടിരുന്നിട്ട് അതിലൊന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹിച്ച ആളുകളെയാണ് ശീലയിൽ പൊഞ്ഞിട്ട് മൂക്കിൽ പൊഞ്ഞിച്ചിട്ട് കൊണ്ടുപോയി താഴ്ത്തിയത്. പള്ളിക്കാട്ടിലുള്ളത് കേവലമായ കുറെ കല്ലുകളല്ല, കുറെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഏത് ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ശീലയിൽ പൊതിയപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞൊരു മുഹറം, ഈ മുഹറമിന്റെ ഇടയിൽ നമ്മളെപ്പോലെ വ്യത്യസ്ത ആഗ്രഹങ്ങളുമായി ഓടി നടന്നിരുന്ന പലരും ഓട്ടം നിർത്തിയിട്ട് നിശ്ചലാവസ്ഥയിൽ നാട്ടുകാരെ ചോളിലേറ്റിട്ട് പോയി കിടന്ന സ്ഥലത്തേക്ക് എനിക്കും പോണല്ലോ എന്ന ചിന്തയിൽ അതിനുവേണ്ടി തീരുമാനമെടുത്ത് ഒരുങ്ങാനുള്ള പുനഃപരിശോധനയുടെ, വിചിന്തനത്തിന്റെ, വിചാരണയുടെ, ചിന്തയുടെ, പരിവർത്തനത്തിന്റെ, ഓർമ്മയുടെ എല്ലാം ഒരു മാസമാണ് മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇതിനെ അനുഭവിക്കാനും, ആ അർത്ഥത്തിൽ ആശംസകൾ കൈമാറാനും, ആ അർത്ഥത്തിൽ ഒരു വേള ആഘോഷിക്കാനും. അതാണ് ആഘോഷം. ആഖിറത്തിന് വേണ്ടി നീട്ടിവെക്കുന്നതാണ് ആഘോഷം. ഇവിടക്ക് വേണ്ടിയുള്ളതല്ല, ആഖിറത്തിന് വേണ്ടി നീട്ടിവെക്കുക. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു വീട്ടിൽ താമസിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവരെ മദീനയിൽ നിന്ന് വരെ പുറത്താക്കേണ്ടി വന്നു. ചില സമയത്ത് ആണ്ടുകൊണ്ടൊക്കെ ഉണ്ടാവും. നല്ല സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. രണ്ടും ചിലപ്പോൾ ഹക്കിന് വേണ്ടിയായിരിക്കും, അത് രണ്ടും ശരിയായിരിക്കും, രണ്ടിനും കൂലിയും കിട്ടും. മനുഷ്യരെല്ലാം ഒരേ ചിന്തയിലല്ല. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്താ വെച്ചാല് നാളേക്ക് വേണ്ടി ഒന്നും എടുത്തേക്കാൻ പാടില്ല, ഹറാമാണെന്നാണ്. അത് കുറച്ച് ഓവറായ ചിന്തയാണല്ലോ. അന്നാന്ന് അധ്വാനിക്ക, അന്നാന്നത്തെ തിന്ന, പൈസ എടുത്തക്കൽ തെറ്റാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ നാലോർത്തോറ്റ് ഈ പ്രസംഗം നടത്തിയാൽ വലിയ ബുദ്ധിമുട്ടാവും, മദീനയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അവിടെ നിർത്താൻ പറ്റൂല. അങ്ങനെ ഒരു ഭരണത്തിന്റെ കീഴിൽ അങ്ങനെ ഒരു പ്രസംഗം പെട്ടെന്ന് പറ്റൂല, ഭദ്രത പോയി പോവും. ഒരാളൊരു പൈസ എടുത്തേക്കാൻ പാടില്ല, കിട്ടണമൊക്കെ സ്വതക്ക് കൊടുക്കണം. അപ്പാപ്പ എന്തെങ്കിലും തിന്നാൻ വേണ്ടി മാത്രം കയ്യിൽ വെക്കുക, ബാക്കിയൊക്കെ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് മദീനയിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. അവര് പുറത്തു പോയിട്ട് ഒരു ചെറിയ ടെന്റ് കെട്ടിയിട്ടാണ് താമസിച്ചത്. അവിടെ അവരെ കാണാൻ വേണ്ടി ഒരാള് പോയി. അപ്പൊ ചോദിച്ചു, നിങ്ങളിവിടെ ജീവിക്കുമ്പോ നിങ്ങൾക്ക് വീടായതാലും ശരിക്കില്ല, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒന്നും ഇവിടെ കാണാനില്ല, എന്താന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് കുറെ സാധനങ്ങളുണ്ട്, വേറൊരു വീട് ഉണ്ടാക്കണ്ട്, അതിനു വേണ്ടി അവിടെ കൊണ്ടുവച്ചതാണ്. അപ്പൊ ഈ ചോദിച്ച ആള് മനസ്സിലാക്കുന്ന പുതിയ പര വലിയത് ഉണ്ടാക്കുന്നുണ്ടാവും, ഇത് തൽക്കാലം ഒരു ഷെഡായിരിക്കും, അപ്പൊ സാധനങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുവച്ചായിരിക്കും. ഇവര് വേറെ വീട് ഉണ്ടാക്കണ്ട, അവിടേക്ക് കൊണ്ടുവച്ചാന്ന് പറഞ്ഞാൽ കിട്ടണ മുഴുവനും സ്വതക്കം കൊടുത്തിട്ട് നാളത്തെ സ്വർഗീയ വീടിന് കാത്തിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. വേറൊന്നുമല്ല. അവരൊക്കെ തലേക്ക് കയറിയത് അതാണ്. നമുക്ക് ദുനിയാവിൽ വീട് വേണം, ഒരു സംശയമില്ല. യാത്ര ചെയ്യാൻ സുരക്ഷിതമായിട്ടൊരു വാഹനം വേണം, ഇതൊക്കെ വേണ്ടതാണ്. മത്വാമ്, മൽബസ്, മസ്കന്, മംഗള്, ഇതൊക്കെ ദുനിയാവിൽ ആവശ്യമാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രം ഓടി നടന്നിട്ട് അള്ളാനെ മറന്നാൽ ആഗ്രഹങ്ങളുടെ മേലെ ശീലയിൽ പോഞ്ഞിട്ട് മൂക്കിൽ പൊഞ്ഞിച്ചിട്ട് തോളിലേറിയിട്ടൊരു വരവുണ്ട്. അപ്പോഴേ സംഗതി തീരുള്ളൂ. അവിടെ കിടക്കുന്ന ആളുകൾക്ക് തോന്നലുണ്ടാവും, ഒരു മുഹറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പക്ഷെ അവർക്ക് കിട്ടൂല. അവിടെ പോയി കിടക്കുന്ന ആളുകൾ തിരിച്ചു വന്നാൽ നമുക്ക് ചോദിക്കായിരുന്നു, എങ്ങനെയുണ്ട് മരണവേദന, എങ്ങനെയുണ്ട് അസ്രായിലിന്റെ വരവ്, എങ്ങനെയുണ്ട് മുങ്കന്നക്കിന്റെ ചോദ്യം. ഇന്ന് വരെ മരിച്ച ഒരാളും തിരിച്ചു വന്നിട്ട് ഒരാളോട് ഈ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യുക്തിവാദികൾ പെരുകുന്നത്. അള്ളാഹു നമ്മെ പരീക്ഷിച്ചത് വൈബിയായ വിശ്വാസത്തിൽ ഉറച്ചിക്കാനാണ്. ഈ വിശ്വാസത്തിൽ പതറാതെ ഉറച്ചിരുന്നാൽ അവർക്കാണ് കപ്പുള്ളത്, അവർക്കാണ് പ്രൈസ് ഉള്ളത്, അവർക്കാണ് മാർക്കുള്ളത്, അവർക്കാണ് സൗഭാഗ്യമുള്ളത്, അവർക്കാണ് ജീവിതം ഉള്ളത്, അവർക്കാണ് സമാധാനം ഉള്ളത്. അതുവരെ ഒന്ന് ഈ ഇടങ്ങറുള്ള ദുനിയാവിൽ പിടിച്ചിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇടങ്ങറാണ്, എങ്ങനെ നോക്കിയാലും അവിടെ ഇവിടെ എല്ലാരും കൂടി ഒപ്പിച്ചിട്ടൊന്നും ഒരു മനുഷ്യനും കൂടെ ജീവിക്കാൻ പറ്റില്ല. ജനങ്ങളെ നാവ് കൂട്ടിയിട്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളതിൽ പൊട്ടന്മാരായിരുന്നു. ഷാഫിമാ ഒരിക്കൽ പറയണ്ടായി, നന്നാവാനും പറ്റില്ല ജനങ്ങൾ വരും. ഓപ്പ എന്നേ സൂപ്പിയായത്, ഓന്റെ ഇപ്പൊ ഇന്നലത്തെ അവസ്ഥ ഇപ്പൊ എനിക്കറിയണല്ലേ. നന്നായാല്
എന്നാ ഒന്ന് കള്ളുടിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ അവനൊക്കെ കഥ? പോത്തിനെ പോലെ നടക്കല്ലേ, വെറും കൊടിയും തീറ്റയല്ലേ ഉള്ളൂ. ജനങ്ങൾ വിടൂല. ജനങ്ങൾ പലതും പറഞ്ഞു കൊടുക്കും. ജനങ്ങൾ നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യണത് ന്യായാണോ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവനാണ് തൻ്റെ ഇടമുള്ളത്, മറ്റേ പൊട്ടനാണ്. ജനങ്ങൾ പറഞ്ഞനുസരിച്ച് ആടുന്നവന്റെ പേരാണ് മരപ്പൊട്ടൻ. ആ മരപ്പൊട്ടന്മാരാവരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ന്യായ അന്യായമൊക്കെ ഉണ്ടാവണം. അവിടെയാണ് അള്ളാന്റെ സഹായം ഉണ്ടാവുക. അവിടെയാണ് റസൂലുള്ളാഹിന്റെ കയ്യൊപ്പ് ഉണ്ടാവുക. അവിടെയാണ് സമുദായത്തിലെ സ്വാലിഹ്യങ്ങളൊപ്പം ഉണ്ടാവുക. അല്ലാതെ ജനങ്ങൾ നമ്മൾ നോക്കട്ടെ. ജനങ്ങൾ നല്ലത് പറയണേ പറഞ്ഞോട്ടെ, നല്ലത് പറയാൻ നമ്മളൊന്നും ചെയ്യും വേണ്ട. നല്ലത് പറയണേ പറഞ്ഞോട്ടെ, ചീത്ത പറഞ്ഞ ഓൽക്ക് പോയി എന്നല്ല. എന്താ നമ്മളെ കാര്യം നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോ പല രീതിയിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഗീബത്തും നമീമത്തും ഒക്കെ നടക്കും. ആവശ്യമില്ലാതെ നാവ് ഉപയോഗപ്പെടുത്തിയാൽ ഈ നാവുകൊണ്ട് കെലിമയിൽ പോകാൻ പറ്റില്ല. ഒരു വിഷയത്തിനെതിരെ, ഒരു സ്ഥാപനത്തിനെതിരെ, ഒരു പ്രസ്ഥാനത്തിനെതിരെ, ഒരു വ്യക്തിക്കെതിരെ, ഒരു സമുദായത്തിനെതിരെ നമ്മൾ നിങ്ങളെ വീട്ടിലിരുന്നിട്ടോ അങ്ങാടിയിലിരുന്നിട്ടോ ആവശ്യമില്ലാതെ നാവ് ഉപയോഗപ്പെടുത്തിയാൽ ഇങ്ങനത്തെ ആളുകളുടെ നാവിലാണ് കെലിമ വരാൻ പ്രയാസമാവുക. ഇതൊക്കെ ചിന്തിക്കേണ്ടത് മുഹറമില്ല. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ശാപം കിട്ടും, ആവട്ടും മരുന്ന് കുടിച്ചാലോട്ട് പോവില്ല. അതൊക്കെ ഉണ്ടായാലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹറം അല്ലാഹു നമുക്ക് അനുകൂലാക്കി തരട്ടെ. ജീവിതത്തിൽ വഴിവിട്ട ചിന്തകളിൽ നിന്ന് പുനർവിചിന്തനത്തോടുകൂടി ഒരു പുതിയ വെളിച്ചം കത്തിച്ച് അത് സിറാത്ത് മുസ്തഖീം എന്ന സീതാ ട്രാക്കിലായി അതുവഴി സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അവിടെ മാസം കണ്ടാ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. റബ്ബി വറബ്ബുക അല്ലാഹ് ഹിലാലു റുസ്ദിൻ വഖൈർ ഹിലാലു റുസ്ദിൻ വഖൈർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അർഹമർറാഹിമീനായ അല്ലാഹ് ഈ വർഷം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമായി ഞങ്ങളുടെ ഓരോ സെക്കൻഡുകളും ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആഖിറത്തിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കണേ അല്ലാഹ്. ദുനിയാവിലെ അടങ്ങറുകളിൽ നിന്ന്, അപമാനത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ഏഷണി ഭീഷണികളിൽ നിന്ന്, നിന്ദ്യതയിൽ നിന്ന്, യാചനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇസ്സത്ത് കൈയൊഴിവാക്കിയിട്ടുള്ള ജീവിതം നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ദഅവത്തിനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
അന്നത്തിന് വേണ്ടി, വീടുകൾക്ക് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി ആരാന്റെ മുമ്പിൽ ഓച്ചാനിക്കേണ്ട ഗതി നൽകല്ല അല്ലാ. അല്ലാഹുവേ, സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാനും പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭത്തിൽ കൊടുക്കാനും ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. ഇൽമിനൊരു നിലയും വിലയുമുണ്ട്, അത് കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയിലെത്തിക്കല്ല തമ്പുരാനെ. ഈ നാടിനെ അഭിമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്ക്, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, ഇതിന്റെ ഉയർച്ചയുടെ തടസ്സങ്ങൾ വല്ല കാർമേഘങ്ങളുമായി നാട്ടിലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി തരണേ അല്ലാ. അസൂയാലുക്കളിൽ നിന്ന്, മാരണക്കാരിൽ നിന്ന്, ഉപദ്രവജീവികളിൽ നിന്ന്, ക്ഷുദ്രജീവികളിൽ നിന്ന് ഞങ്ങളെയും തലമുറയെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഐക്യവും അഖണ്ഡതയും സ്നേഹവും വിശാലതയും വിശാല മനസ്കതയും നൽകണേ അല്ലാ. സൽസ്വഭാവം നൽകണേ അല്ലാ. നാവിനെ ഒന്ന് സൂക്ഷിക്കാൻ, ആളുകൾക്കിടയിൽ ആവശ്യമില്ലാത്തത് പറഞ്ഞു പരത്തുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നാവ് ഉപയോഗപ്പെടുത്തി അവസാനം സ്വന്തം പരാജയത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകുന്ന ദുരവസ്ഥയിൽ പെടുത്തല്ലേ തമ്പുരാനെ. ഗീബത്ത് നമീമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കളവുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ദുരഭിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഹൃദയത്തിൽ വെളിച്ചം നൽകണേ അല്ലാ. തെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആരെയും ഭാരമാക്കല്ലേ അല്ലാ. ആർക്കും ഞങ്ങളെ ഭാരമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ലാ. ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അല്ലാ. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന പലരും പല പ്രയാസത്തിലാണ്. കച്ചവട സംബന്ധമായ പ്രയാസങ്ങളുണ്ട്, രോഗം പേറി പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും തകർച്ചയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ റബ്ബേ. അവരുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഈ ചന്ദ്രക്കല ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. വെളിച്ചമാക്കണേ അല്ലാ. പ്രകാശമാക്കണേ അല്ലാ. നിർഭയത്വമാക്കണേ അല്ലാ. ദൃഢരൂഢമൂലമായ വിശ്വാസത്തിന്റെ ദാർഢ്യതക്ക് കാരണമാക്കണേ അല്ലാ. സലാമത്തിന് കാരണമാക്കണേ അല്ലാ. സന്മാർഗത്തിന് കാരണമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള വെളിച്ചമാക്കണേ തമ്പുരാനെ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കൃഷിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഉദ്യോഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സേവനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ചിന്തയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മരണസമയം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്നവരുടെ കബറിടം സ്വർഗമാക്കണേ അല്ലാ. അദാബിൽ നിന്ന് മുക്തരാക്കണേ അല്ലാ. കബർ ജീവിതം ആഘോഷ ആനന്ദ അവസ്ഥയിലാക്കണേ അല്ലാ. അദാബിൽ നിന്ന് നിർഭയത്വം കൊടുക്കണേ അല്ലാ. പാവങ്ങളായ ഞങ്ങൾ ഏത് കാലമാണ്, ഏത് ലോകമാണ്, ഏത് കലണ്ടറിൽ ഡേറ്റാണ് ഞങ്ങൾക്ക് നീ തീരുമാനിച്ചതെന്നറിയാതെ ഇച്ഛകളുടെ പുഴയിൽ ഒഴുകുകയാണ് റബ്ബേ. ഹൃദയം തുറന്നു തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതൊക്കെ ഖിദ്മത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. പള്ളി ജീവനക്കാർക്ക് നല്ല മനസ്സോടെയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. തരുന്നവർക്ക് ആഖിറത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. സുഖസന്തോഷ സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة ودعاءنا دعاء مقبولا يا رب العالمين. ويا رحمن يا رحيم برحمتك يا أرحم الراحمين. صلى الله تعالى وسلم.
وآله وصحبه أجمعين سبحان ربك رب العزة سلام على المرسلين. ആയത്ത് നാളെ ഇൻഷാ അല്ലാഹ് തുടരും. ഇന്ന് മുഹറം 1 ആയതുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും.